ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് സൺഡേ ആണ്. ഓരോ തിരക്കായിട്ട് ഓരോരുത്തർ പല വഴിക്ക് നീങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഞാനിന്ന് വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് പോകണ്ട, ഇന്ന് ലീവാണ്. അപ്പോൾ പണികളൊക്കെ മെല്ലെ കഴിച്ച് എന്താ പറയുക, ഒന്ന് തിരക്കില്ലാതെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. സൺഡേ എന്ന് വെച്ചാൽ എല്ലാവർക്കും സൺഡേ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എനിക്കും ഇഷ്ടമാണ്. കാരണം തിരക്കുകളൊക്കെ ഒന്ന് ഓടേണ്ട ആവശ്യമില്ല, ഒന്ന് സ്ലോ ആക്കാം. കാരണം ഒന്ന് സമാധാനമായിട്ട് ഹെക്റ്റിക് അല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് സൺഡേ. ഹോളിഡേയ്സ്, സൺഡേ മാത്രമല്ല ഹോളിഡേയ്സ്. പൊതുവേ സൺഡേ എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് ഒഴിവ് ദിവസം എന്നുള്ളൊരു ഓർമ്മ വരിക. അപ്പം ശനിയാഴ്ച എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതാണ്, പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിൽ ചില ബിസിനസ്സൊക്കെ സൺഡേ കൂടെ ഉണ്ട്, ചിലർക്ക് സൺഡേ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. ഹോളിഡേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവേ സൺഡേ ആണല്ലോ നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വന്നത് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം. ഒരു പോസിറ്റീവ് എനർജി അല്ലേ നിങ്ങളെയൊക്കെ കണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇലക്ഷൻ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 വട്ടം വീഡിയോ എടുക്കാൻ നോക്കി, ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് ഞാനതങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ സാരഥികൾ ഇലക്ഷൻ കഴിഞ്ഞാൽ മനസ്സിലാവും, ഏത് ഗവൺമെൻറ് വന്നാലും, ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ വന്നാലും കെയർ ചെയ്യാത്ത, ഭയങ്കര ഫ്രീ ആയിട്ട് വിടുന്ന ചില മേഖലകളുണ്ട്. നമ്മുടെ മാലിന്യ സംസ്കരണം. അത് എന്താണെന്ന് വെച്ചാൽ, എന്താ നമ്മുടെ ചില സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത്, ജലാശയങ്ങളൊക്കെ. ഇപ്പോൾ കോഴിക്കോട് തന്നെ കനോലി കനാൽ എന്ന് പറഞ്ഞിട്ടൊരു കനാലുണ്ട്. പണ്ടൊക്കെ യാത്രാമാർഗമായിട്ട് ഉപയോഗിച്ചിരുന്ന, രാജാക്കന്മാരുടെ കാലത്തൊക്കെ വ്യവസായത്തിനൊക്കെ യാത്രാമാർഗം, എന്താണ്, ചരക്കുകളൊക്കെ കൊണ്ടുപോയിരുന്ന ഒരു മാർഗമായിട്ട് ഉപയോഗിച്ചിരുന്ന നല്ലൊരു കനാലാണ്, അത്യാവശ്യം വലിപ്പമുള്ള. അതിപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ എന്നറിയോ? നമ്മൾ ആ ഭാഗത്തേക്ക് പോയിക്കൂടാ. സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ്. അത് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള മാലിന്യം തള്ളുക, ആൾക്കാർ വലിച്ചെറിയുന്നതും, മെയിനായിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള മാലിന്യം തള്ളിയിട്ടാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത്. കാരണം അത് നമ്മുടെ പൊതു സ്വത്താണ്. അതെങ്ങനെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അതിലേക്ക് എങ്ങനെയാണ് ഒഴുക്കി വിടാനുള്ള അവകാശം അവർക്ക് ആരാ കൊടുത്തത്? അതൊന്നും ചോദിക്കാനൊന്നും ഇവിടെ ആരും ഇല്ലേ? അതായത് ഞാൻ പറയട്ടെ, ഞങ്ങൾ ചെറിയൊരു ഷോപ്പ് നടത്തുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെറിയൊരു ഷോപ്പാണ്, സിംഗിൾ റൂമാണ്, അത്രയേ ഉള്ളൂ, അത്രയേ വലിപ്പമുള്ളൂ ഷോപ്പിന്. അപ്പോൾ കുറച്ചൊന്ന് ഉള്ളോട്ടല്ല, റോഡ് സൈഡ് തന്നെയാണ്. പക്ഷേ അത് ആരെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോർഡ് നമുക്ക് വച്ചേ പറ്റുള്ളൂല്ലോ. അങ്ങനെ കാർ AC എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോർഡ് ഞങ്ങൾ റോഡ് സൈഡിന്, അതായത് നടക്കുന്ന വഴിയിലൊന്നുമല്ല, റോഡ് സൈഡിന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ബോർഡ് വെച്ചു. പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വരും. ഭയങ്കര സ്ട്രിക്റ്റാണ് നമ്മുടെ ഗവൺമെൻറ്. പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ചെറിയ ബോർഡുകളൊക്കെ ഉള്ളത് നീക്കി ഞങ്ങൾക്ക് ഫൈന്, ഇതുവരെ ഞങ്ങൾക്ക് ഫൈന് കിട്ടിയിട്ടില്ല, ബോർഡ് എടുത്ത് പോയിട്ടുണ്ട്. 3000 രൂപയും 3500, 4000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് നമ്മളൊരു ബോർഡ് ഉണ്ടാക്കുന്നതല്ലേ സാധാരണക്കാരൻ. നമുക്ക് അതൊക്കെ വലിയ തുകയാണ്. അതൊക്കെ അവർ എടുത്തുകൊണ്ട് പോവുക, നമ്മളെ വാൺ ചെയ്യുക, ഇങ്ങനെ ബോർഡ് വയ്ക്കാൻ പാടില്ല റോഡ് സൈഡിന്. ഹൈക്കോടതി നിയമമാണ്, ഉത്തരവാണ്, ഓക്കെ, ശരിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ കോടതിയെ ബഹുമാനിക്കണം. കാരണം എങ്ങനെയുള്ള ബോർഡാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ആൾക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വണ്ടികളുടെ അവരുടെ കാഴ്ച മറയ്ക്കുന്ന വലിയ ബോർഡുകളാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ ഉൾപ്പെടുന്നത് നമ്മളെമാരിയുള്ള ചെറിയ ആൾക്കാരാണ്. ഓക്കെ, ആയിക്കോട്ടെ, അവരവരുടെ നിയമം നടപ്പാക്കി, നമ്മൾ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇവർ മുൻകൈ എടുത്ത് ചെയ്യുന്നില്ല? അതൊന്നും നിയമത്തിൽ പെടില്ലേ? നിയമത്തിൽ പെടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുമാണ് ഈ ചോദിക്കുന്നത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാനങ്ങനെ ഈ ബോർഡ് എടുത്ത് മാറ്റിയതിന് ഒരു മെയിലൊക്കെ ചെയ്തിരുന്നു, കളക്ടർക്ക് മെയിൽ ചെയ്തിരുന്നു. പിന്നെ കളക്ടറുടെ അടുത്തു നിന്നാണ് എനിക്ക് പഞ്ചായത്തു നിന്നൊരു ഇതുമാതിരി അവർ കൈപ്പറ്റി എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു മെയിൽ വന്നിരുന്നു എന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതി ഉത്തരവാണ്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നും ഇങ്ങനെയുള്ള വിവേചനം കാണുമ്പോൾ. വലിയ വലിയ ആൾക്കാർക്ക് എന്തും ചെയ്യാം. അതും മെയിനായിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജലാശയങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാതിരി തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ മീനൊക്കെ വാങ്ങുക എന്ന് വിചാരിക്കുക, സങ്കടം തോന്നും. മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ
പൂച്ച പോലും കഴിക്കില്ല. പട്ടിക്കും പൂച്ചയ്ക്കും പോലും വേണ്ടാത്ത തരത്തിൽ ഇങ്ങനെ നമ്മൾ അതിങ്ങനെ വൃത്തിയാക്കുമ്പോൾ കത്തിയുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്താൽ പോരും. അങ്ങനെ ചീഞ്ഞ് വൃത്തികേടായിട്ടുള്ള മീനൊക്കെയാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത്. അത് നല്ല വില കൊടുത്ത് വാങ്ങുന്ന മീൻ. വാങ്ങുന്ന സമയത്ത് ഫ്രഷ് ആയിരിക്കും, വന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. പിന്നെ അത് പോരാതെ രാസമരുന്നുകൾ അടിച്ച് കയറ്റിയിട്ട് ഫ്രഷായി വെക്കുന്ന സംഭവങ്ങളും ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ ടാക്സിലല്ലേ സാലറി വാങ്ങുന്നു, നിങ്ങൾ സുഖമായിട്ട് കഴിയുന്നു, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ ജനങ്ങളോട്? ഏതൊരു രാഷ്ട്രീയ പാർട്ടി വന്നാലും ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. ഇതൊരു അപേക്ഷയാണ്, നിങ്ങളോടുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു അപേക്ഷയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഭരണത്തിനായിട്ട് ഇങ്ങനെ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും നല്ലത് ചെയ്തുകൂടെ നിങ്ങൾക്ക് എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹെൽത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചറിൽ ജനങ്ങൾ ഫുള്ള് ഹെൽത്ത് ഇല്ലാത്ത, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന കാര്യങ്ങളാണ്. മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നീറ്റായിട്ട് ഒരു ഗവൺമെൻറ്റും ചെയ്തു തരുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും എനിക്ക് അതേ പറയാനുള്ളൂ. നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് മുൻകൈ എടുത്ത് അത് ആര് കൂടുതൽ നന്നായി ചെയ്യുന്നു എന്നതിലൊന്ന് മത്സരിക്കുമോ നിങ്ങൾ? അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യം. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് വേദന തോന്നും. കാരണം ലേഡീസ് ആവുമ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങൾ, കാരണം ഈ മീനൊക്കെ വാങ്ങി വൃത്തിയാക്കി കറിയൊക്കെ വയ്ക്കുന്നത് നമ്മളല്ലേ, നമുക്ക് ഇതൊക്കെ ഭയങ്കര സങ്കടം തോന്നുന്ന കാര്യങ്ങൾ. കയ്യിലെ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നത് മൃഗങ്ങൾ പോലും ഭക്ഷിക്കാത്ത തരത്തിലുള്ള മീനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രാസപദാർത്ഥങ്ങൾ അടിച്ചത്. നല്ലൊരു കെയർ കൊടുത്താൽ ഈ രാജ്യം എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകാമെന്നറിയോ? ഇവിടെ എന്തും നടക്കും, കാരണം ഇവിടെ ജനാധിപത്യമാണ്, ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് പല രീതിയിലും വിനിയോഗിക്കാം, നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ വിനിയോഗിക്കാം. അതുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റില്ല, ആർക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവകാശങ്ങളുണ്ടല്ലോ. കാരണം ചീഞ്ഞ മീൻ അവർ തരുന്നുണ്ടെങ്കിലും മിണ്ടാതെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വരണം. അതിനൊരു ബില്ല് പോലും ഇല്ല. കാരണം ഇപ്പം നമ്മളൊരു സ്ഥലത്തുനിന്ന് മീൻ വാങ്ങി, വഴിയോര കച്ചവടക്കാരാണ് അധികം മീൻ വിൽക്കുന്നത്, നമ്മൾ അവിടെ നിന്നൊക്കെയാണല്ലോ വാങ്ങുന്നത്. മീൻ വാങ്ങി വരുമ്പോൾ അതിനൊരു ബില്ലില്ല, ഏത് സ്ഥലത്തുനിന്ന് എങ്ങനെയാണ് എന്നുള്ളത് പോലും നമുക്കറിയില്ല. നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനൊരു വഴിയില്ല. ഇന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അവർ പറയാൻ എന്താ തെളിവ്, ഇവിടുന്ന് വാങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ബില്ലില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. മഹാമോശമാണ് നമ്മുടെ നാട്. വളരെ ഒരു ദുരിതമായ, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് എന്തിനാ ഇവിടെ ജനിച്ചത്, അങ്ങനെ പോലും തോന്നുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം ഒന്നിനും ഒരു കെയർലെസ് ആയിട്ട് ഇവിടെ എന്തും നടക്കും എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും ഇവിടുത്തെ അവസ്ഥ. പിന്നെന്താ പറയുക, ഇതുമാതിരി ഞങ്ങൾ ഒരു പ്രാവശ്യം 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ട്, കുന്നമംഗലത്താണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് 2 ബിരിയാണി ഓർഡർ ചെയ്ത് ഭയങ്കര വിശപ്പ്, 2:30 മണിയായി. വർക്കിൻ്റെ തിരക്കൊണ്ട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാനോ കഴിക്കാനോ പറ്റിയില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അന്ന് ഞങ്ങൾ നേരത്തെ ഷോപ്പിലെത്തിയിട്ടുണ്ട് തിരക്കുള്ള സമയത്ത്. അപ്പോൾ ആ 2 ബിരിയാണി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര പുളിപ്പ് എന്ന് പറഞ്ഞാൽ ഓവർ പുളിപ്പ്, തക്കാളി കൂടിപ്പോയതിൻ്റെ ഒന്നുമല്ല. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വിളിച്ചിട്ട് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അവർ കസ്റ്റമറോട് എങ്ങനെയാണ് തരികിട ന്യായങ്ങൾ പറയും, അത് ഞങ്ങൾ കേട്ടു, വേറെ വഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അവിടുന്ന് ലാബ് ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ അത് ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് റിസൾട്ട് വന്നത്. ആ റിസൾട്ട് കിട്ടാൻ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് ആ റിസൾട്ട് എനിക്ക് കിട്ടിയത്. റിസൾട്ട് കിട്ടി, ഞാൻ ചോദിച്ചു ഇതിനെതിരെ എന്ത് നടപടികളാണ് അവിടെ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ ചെക്ക് ചെയ്യും, അവരോട് അവിടെ പോയി ഫുഡ് ചെക്ക് ചെയ്യും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്ത് ചെയ്തു, അവർക്കെതിരെ എന്ത് ആക്ഷൻ ഉണ്ടായി ഒന്നും നമുക്കറിയില്ല. അവർ അറിയിക്കുകയില്ല. പിന്നെ അതുമാതിരി ഇങ്ങനെയൊക്കെയുള്ള, ഇത് വലിയൊരു ചെറിയ കാര്യമല്ല, ഭക്ഷ്യയോഗ്യമല്ലാത്തൊരു സാധനം കസ്റ്റമേഴ്സിന് കൊടുക്കുക, അവരെ കഴിപ്പിക്കുക എന്നുള്ളത് ക്രിമിനൽ ക്രൈം തന്നെയാണ്. ഇത് നടന്നതിന് ശേഷം ആ ഹോട്ടൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഞങ്ങൾ അതിന് മുന്നിലൂടെയാണല്ലോ വീട്ടിലേക്ക് വരവും പോക്കും ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഒരു കുഴപ്പമില്ല, ആ ഹോട്ടൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. നമ്മുടെ നാട് എന്തേ ഇങ്ങനെ നശിച്ചു പോയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില സമയത്ത് ചിന്തിച്ചാൽ ഭയങ്കര സങ്കടമാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ നമ്മുടെ എന്താ പറയുക ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോയതായിട്ട് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇവരുടെ ചൂട് പിടിച്ച ഈ ഇലക്ഷൻ പ്രചരണം കേട്ടപ്പോൾ പറഞ്ഞു പോയതാണ്. ഓരോ വ്യക്തിക്കും പറയാനുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും ഇത്. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹാപ്പി സൺഡേ. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും.
ഫേസ് ചെയ്യന്നെ, വേറെ വഴിയില്ലല്ലോ. ഹാപ്പി സൺഡേ കേട്ടോ.